ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആയ കാലത്ത് ഓടിയിരുന്നെങ്കിൽ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്ന് നിന്നെ. ആ നിന്നെ. ആദ്യം നീ പറഞ്ഞത് മര്യാദ, ഗുഡ് മോർണിംഗ്. രണ്ടാമത് നീ പറഞ്ഞത് അഹങ്കാരം, ആയ കാലം എന്ന് പറഞ്ഞില്ലേ? നിന്റെ അച്ഛൻ ഇപ്പോഴും ആ പഴയ കറവക്കാരൻ ഭാർഗവൻ തന്നെയല്ലേ? വയസ്സ് എത്രയായി? 50. അയാളുടെ വയസ്സല്ല ചോദിച്ചത്, നിനക്ക് എത്ര വയസ്സായി? 20. അതായത് നിന്റെ ആയ കാലം. ഈ അസ്ഥി കൊടുത്ത് നിന്ന് ഇറങ്ങിയേ. ഇറങ്ങണം. എന്ത് ചെയ്യാൻ പോവാ? ആയ കാലത്ത് ഇങ്ങനെ ശകടത്തിന്റെ പുറത്തിരുന്ന് പോയാലേ എന്റെ പ്രായമാവുമ്പോ നിന്നോടും ആരെങ്കിലും ചോദിക്കും. ഇവിടെ അടുത്ത് തന്നെയല്ലേ പാല് കൊടുക്കാനുള്ള വീടുകള്? അപ്പൊ പിന്നെ ഉന്തി തള്ളി അങ്ങോട്ട് പോയാ മതി. ചെലടാ പോടാ. ഗോപൻ നായർ ഇതുവരെ ഔട്ടായില്ലേ? ഞാൻ ഇന്നായില്ലോ. എന്റെ ഈശ്വര, കട്ടിൽ വെച്ചാണല്ലോ. പിന്നെ എങ്ങനെ ഈ സാധനം താഴ്ത്തിക്ക് വീണേ? പൊട്ടിയിട്ടുണ്ടാവോ? ഓരോ മക്കള് അച്ഛൻ ചത്തട്ട് കട്ടിലൊഴിയാൻ നോക്കി നടക്കുക. ഇവിടെ ഒരുത്തിന് സ്വന്തമായിട്ട് കട്ടില് കൊടുത്തിട്ട് അത് നമുക്ക് എടുക്കണില്ലാന്ന് വെച്ചാ. ഗോപാ എഴുന്നേറ്റ് എന്തെങ്കിലും കാപ്പിയോ വല്ലതും കുടിക്കായിരുന്നില്ലേ? എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട മോനെ. എന്തു ഉറക്കാടാ ഇത്? അച്ഛൻ ഉപദേശിക്കുകയാണെന്ന് പറയരുത്. മനുഷ്യനായ സൂര്യനൊപ്പം എണീക്കണം, എന്നിട്ട് അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ നിർവഹിക്കണം. ഞാൻ പല പ്രാവശ്യവും ഈ ശ്ലോകം ചൊല്ലിയിട്ടുള്ളതാ. ഇനി ചൊല്ലണ്ട. സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്തു കാലത്തു കാ 10 തിന്നാം ഉറക്കവും പോയി എന്ന് പറഞ്ഞ സമ്പത്ത് കാലത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാ ആപത്ത് കാലത്ത് നമുക്കത് തിന്നാം. എന്നിട്ട് സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും വെച്ചോ? എനിക്ക് നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും ഉണ്ടാക്കിയോന്ന്? എനിക്ക് അത്ര സമ്പത്ത് കാലം ഉണ്ടായിട്ടില്ല. എനിക്കെന്നും ക്ലേശല്ലേ ഉള്ളൂ. അയ്യോ, സമയം 7 അയ്യോ 7. അയ്യോ, ഞാനിവിടെ വെച്ചിരുന്ന സൂപ്പർ ലോട്ടോ ടിക്കറ്റ് എവിടെ? ഇതാണാ? അതല്ല, ഇതന്നെ. ഇതെങ്ങനെ ചുരുണ്ടേ? എന്താ ഇതെങ്ങനെ ചുരുണ്ടേന്ന്? തന്നെ ചുരുണ്ടതാവും. തന്നെ ചുരുളേ? അതിങ്ങനെ ചെവിയിട്ട് ചുരുട്ടി ചെവിയിലിട്ട് ചുരുട്ടി. ദൈവമേ, സൂപ്പർ ലോട്ടോ ഭഗവതി അടിക്കണേ. സ്മൈൽ പ്ലീസ്. 5 കോടി രൂപ ലോട്ടറി അടിച്ചല്ലോ, എന്ത് തോന്നുന്നു? ആദ്യമായിട്ടൊന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിക്കുന്നത്. എന്റെ മുത്തച്ഛന് 1 ലക്ഷം രൂപ അടിച്ചു, എന്റെ അച്ഛന് 5 ലക്ഷം, എനിക്ക് 1 കോടി. ഇപ്പൊ എന്റെ മകന് എത്രയാടാ? 5 കോടി. 5 അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുക. എന്താ ചോദിച്ചത്? സർ, ഒരു ഫോട്ടോ കൂടി. ഞാനും. അവൻ നിന്നോട്ടറാ. ഫോട്ടോ വരുമ്പോ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളും. ഇതെവിടുന്ന് കിട്ടണ്ട ഇത്രയും കറുത്ത കൂട്ടുകാരെ? കറുത്തതാണെങ്കിലും ഹൃദയം വെളുത്തതാ. അത് കൊണ്ടുവന്നണ്ടാ ഫോട്ടോ. അയ്യേ പിശാശ്, ഇത്ര കാലത്ത് നേരം വെളുത്തൊന്ന് ടോർച്ചടിച്ച് നോക്കടാ. ഞാനൊരു മനോഹരമായ സ്വപ്നം കണ്ടു കിടക്കായിരുന്നു. എന്ത് സ്വപ്നാടാ നീ കണ്ടത്? അത് തന്തമാരോട് പറയാൻ പാടില്ല, അടൽസോളിയാ. നീ അച്ഛനോട് പറയില്ലേ? പറയാൻ പാടില്ല കളവാ. എന്നാ ഇന്ന് മുതൽ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോ. താഴെ പോയി മുറി കിടന്നോളാം. അതൊന്നും ശരിയാ. അതേ ശരിയാവൂ. ഇങ്ങനത്തെ വൃത്തികെട്ട സ്വപ്നങ്ങൾ കാണുന്ന ഒരു മകന്റെ കൂടെ എനിക്ക് കിടക്കാനാവില്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് എന്റെ അച്ഛൻ എന്നെ പിടിച്ച് വേറൊരു മുറി കയറ്റി കിടത്തിയത്. നീ പോയി ചായ ഇടാനാ? ഇന്ന് ചൊവ്വാഴ്ച അച്ഛന്റെ ദിവസമല്ലേ? മോനെ, ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചൊരു സത്യമുണ്ട്. എന്താ? നീ ആരോടെങ്കിലും പറയൂ? ഇല്ല, എന്റെ അച്ഛൻ തന്നെ അവിടുന്ന്. അതല്ല, ചൊവ്വാഴ്ച കാരണന്മാര് ചായ ഇടാൻ പാടില്ല എന്നുള്ള സത്യമാണ് ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചത്. നീ പോയി ചായ ഇട്. ആരാ ബലടിക്കുന്നത് ഞാൻ നോക്കിട്ട് വരാം. എനിക്ക് ചായ ഇടാൻ പറ്റില്ല.
ഈ കണക്കിന് അച്ഛനൊരു പെണ്ണ് കെട്ടുന്നതാ നല്ലത്. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞടാ. ഈ കണക്കിനെ ഞാനൊരു പെണ്ണ് കെട്ടുന്നതാ നല്ലതെന്ന്. പോടാ പട്ടി എവിടുന്ന്. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും. അതെ, ഞാൻ നിന്നോട് എന്താ ആഴ്ചയാണ് കാരണന്മാര് ചായ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത്? ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച അല്ല, ബുധനാഴ്ച. ഞാനിപ്പോ ഡയറി എടുത്ത് നോക്കിയതാ. ശങ്കരനാരായണൻ കൊണ്ടുവന്നില്ലേ മാതൃഭൂമിയിലെ ഡയറി, അതെടുത്ത് ഞാൻ നോക്കിയത്. ഒരാൾ വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് പോയേ. കുഴപ്പമില്ല ഞാൻ അല്ല, ഞാൻ ചായ ഇട്ടോളാം. നീ ചെല്ല്, ചെല്ലടാ, ചെല്ല്. ഇതെന്ത് ഭ്രാന്ത്. തോമാച്ച സാറോ? വാ സാറേ. സാറ് വല്ലാണ്ട് കറുത്തു. ഭാര്യയും പിള്ളേരൊന്നും വന്നില്ല സാറേ. അവള് പ്രസവത്തിന് പോയിരിക്കാ. 6ാമത്തെ അല്ലേ? അപ്പൊ സാറിപ്പോ ബാങ്കിൽ നിന്ന് പോവാറില്ലേ? ഗോപാ, ഞാൻ അച്ഛനെ വിളിക്കാം. എന്തിന്? എടാ, എന്റെ പേഴ്സണൽ റിസ്കിലാണ് നിങ്ങൾക്ക് ഞാനന്ന് ഹൗസിംഗ് ലോൺ അനുവദിച്ചു തന്നത്. അറിയാം. അതിന് 10 മാസത്തെ ഡ്യൂസ് അല്ലേ വരുത്തിയിട്ടുള്ളൂ? മിടുക്കൻ. എടാ, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞത്? അടുത്ത മാസം അടയ്ക്കണമെന്ന്. അടുത്ത മാസത്തിന് ഇനി ഒരു മാസം കൂടിയില്ലേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം ഈ ഒടുക്കത്തെ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർത്ത് സ്നേഹസമ്പന്നനും ദയാശീലനുമായ സാറിനെ രക്ഷിക്കാന്നുള്ളതാണ്. സത്യം. ഞാൻ ചത്ത് മണ്ണടിച്ചിട്ടായിരിക്കും. നല്ലവരല്ലേ, ദൈവം വേഗം വിളിക്കും. സാർ വേണ്ട 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 വേണ്ട, ദേഹത്ത് തൊട്ടുള്ള സംസാരം ഒന്നും വേണ്ട. സത്യം പറയാലോ, സാർ ഒരു ശുദ്ധ മണ്ടന. സോറി, ശുദ്ധ പാവ. ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ 5 ലക്ഷം രൂപ ഒറ്റ മാസത്തിനുള്ളിൽ ഒരുമിച്ചടയ്ക്കാന്ന് വിചാരിക്കാം. എനിക്ക് എത്ര രൂപ ഇളവ് തരാൻ പറ്റും? പരിഹസിക്കുക? ആത്മാർത്ഥമായിട്ടാണ് സാറേ. ഇന്നേക്ക് ഒറ്റ മാസത്തിനുള്ളിൽ സാറിന്റെ കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ അടച്ചു തീർത്തിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. എന്റെ അച്ഛനാണ് സത്യം. ഇത് ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കാം. വാക്കുമാറൂല്ലോ. അരവിന്ദാക്ഷൻ നായരെ. ഓ, ദേ വന്നു. എന്തേ, ആരായിരുന്നു ഗോപാദ്? ഓഹോ, ഏത്? ഇപ്പൊ വന്നില്ലേ? അതാ, അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമചേച്ചില്ലേ? രമചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനെ വൈകിട്ടൊന്ന് കാണണമെന്ന്. അവര് 2 ആളുണ്ടായിരുന്ന? ഇല്ല. എന്തായി? നമ്മുടെ വീടിന് ലോൺ തന്നില്ലേ ഒരു ബാങ്ക് മാനേജർ? ആ മാനേജറുടെ ഒരു ചായ. ഓ, ചായ റെഡിയായി. അച്ഛൻ എനിക്കിട്ട് മലപ്പുറം പാര വെക്കായിരുന്നല്ലേ? എന്താ ഗോപാ നീ പറയണേ? സ്വന്തം മകനിട്ട് ഏതെങ്കിലും തന്ത പാര പണി? ഈ ലോകത്ത് ഒരു തന്ത പണിയില്ല, പക്ഷെ എന്റെ തന്ത പണി. സത്യം. ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല. അച്ഛാ, അച്ഛാ, ദൈവമേ, ഇനി ഏത് കുരിശാണാവോ? ആരായാലും ഗോപനില്ല. ഞാൻ സോമനാ. ഏത് സോമൻ? സോമസുന്ദരൻ. എന്താ സോമസുന്ദര? ഗോപന് പൈസ കൊടുക്കാൻ വന്നതാ. ഗോപൻ എവിടെയുണ്ട്? ഗോപൻ കുളിക്കാ. ഗോപാ, എന്താ അച്ഛാ? നിന്നെ ആ സോമസുന്ദരൻ വിളിക്കണു. ഞാൻ റെഡിയാണ് അച്ഛാ. എന്താ സോമേട്ടാ, എന്നെ വിളിച്ചു അറിഞ്ഞു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ ഇല്ല. ആഹാ, കോളുവല്ലോണ്ടാ? കോളുണ്ട്. 500 നിനക്ക്, 1500. ഓ ആയിക്കോട്ടെ. ഇത് അതെ, എന്റെ ശകുനത്തിന് സാലറി ഒന്ന് കൂട്ടിക്കിട്ടിയാ കൊള്ളായിരുന്നു. 3-4 ബുക്കിംഗ് വേറെ ഉണ്ട്. ഇന്ന് രാവിലെ ഒരു ശകുനം നിന്നിട്ട് വന്നേള്ളൂ. ഇനി നമ്മുടെ ശാന്തര വീട്ടിലും ബാലപ്പഞ്ചാന്റെ വീട്ടിലും കൂടി. അതെ, നീ അത്ര ബിസി ആണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. അല്ല, അല്ലാകില്ല ഒന്നും വേണ്ട. ഈ ഒരു കാര്യം മനസ്സിലാക്കും, എന്റെ സാറിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല, പിന്നെ ഇതെല്ലാം എന്റെ സമ്മർദ്ദം കൊണ്ടാണ്. പിന്നെ സാർ കേസ് ജയിക്കുന്നത് നീ ശകുനം നിൽക്കുന്നോണ്ടല്ല, അങ്ങേരുടെ കഴിവുകൊണ്ട്. നിന്റെ ശകുനത്തിന്റെ ഗുണം കൊണ്ടാണെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ കരപ്പനം പിടിച്ച് കിടക്കില്ലായിരുന്നല്ലോ, എന്നോ കോടീശ്വരനായനെ. എന്റെ അച്ഛന് കരപ്പന? കരപ്പൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇനി നീ പറ, ഇതിവിടെ വെച്ച് നിർത്തണോ തുടരണോ? തുടരാം. തുടരാം. സാറിന്റെ ബെൽ മറക്കണ്ട, കൃത്യം 9 മണി. ആരുടെ വണ്ടിയാണത്? ബ്ലോക്ക് ഉണ്ടാക്കി കിടക്കുന്ന ആരുടെ വണ്ടിയാണെന്ന്? ഉടമസ്ഥൻ ആരും ഇല്ല ഇതിന്. ഇതിപ്പോ ഞാൻ പോയിക്കൊണ്ട് പോകും. സത്യം പറഞ്ഞില്ല, ഇടിച്ചെല്ലാത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. പറഞ്ഞിട്ടോ? പറയാതെ തന്നെ ഇടി കിട്ടും. ചോദിച്ചതായിട്ടില്ലടാ, ഇതാരുടെ വണ്ടിയാണെന്ന്. കണ്ടിട്ട് ഏതോ വികലാംഗന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു സാർ. തന്റെയാണോ വണ്ടി? അയ്യോ സാറേ, എനിക്ക് ഹെവി ലൈസൻസ് ഇല്ല. ഓ, ധിക്കാരം പറയുന്നോ? ചവിട്ടുന്നതിന്റെ മുട്ടുകാലി എന്തായാലും അടിക്കും. പറയടാ, ഏത് വികലാംഗന്റെ വണ്ടി? എന്നെ ഒരു മൃഗമാക്കി മാറ്റരുത്. പറയാൻ ചോദിച്ചത് കേട്ടില്ല. ഏത് വികലാംഗനാ? നമസ്കാരം, ഞാനൊരു പാവം വികലാംഗനാണ്. ഈ സമയത്താണ് രണ്ടിറങ്ങുന്നത്. രണ്ടിറങ്ങിയല്ലേ സാർ, ഈ വണ്ടി എന്റെയാണ്. ഓഹോ, നടുറോട്ടിലാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? സോറി സാർ, പെട്ടെന്ന് ഇവന് മൂത്രമൊഴിക്കാൻ തോന്നിയോണ്ട് പോയതാണ്. ഇവന് മൂത്രമൊഴിക്കാൻ നീ എന്തിനാണ് കൂടെ പോയത്? സാർ, ഇവന്റെ എല്ലാ കാര്യത്തിലും എന്റെ കണ്ണുകൾ തന്നെ വേണ്ട സാർ. അതെന്താ ഇവന് കണ്ടില്ലേ? ഇവന് കണ്ണില്ല, ഇവൻ കണ്ണാൻ കഴിയാത്ത കണ്ടില്ലേ? ഇവനൊന്നും കാണാൻ സാർ, കണ്ണിന് ഇരുട്ടായിട്ടേ കാണുള്ളൂ. അന്തരല്ലേ? അയ്യോ, അപ്പൊ പിന്നെ ഞാനും എന്തിനാണോ? ഇവനെ നോക്കിട്ട് എനിക്കും ഇരുട്ടായിട്ടാണല്ലോ കാണുന്നത്. കറക്റ്റ് ആണ് സാർ, നമുക്ക് തന്നെ ഇവനെ കാണാൻ കഴിയുന്നില്ല, പിന്നെ ഇവൻ എങ്ങനെ നമ്മളെ കാണും സാർ? എന്താ ഈ അന്തന്റെ പേര്? അന്തു.
അന്തു അന്തൻ അതെ. അത് പോട്ടെ എന്താ തന്റെ പേര് കിട്ടിട്ടില്ല. താങ്ക് യു കണ്ണ് കാണാൻ മേലെന്ന് പറഞ്ഞിട്ട് ഇവൻ എങ്ങനെ ഇത് കണ്ടു എന്റെ ഫ്രണ്ടിന് ഉൾക്കാഴ്ച കൂടുതലാണ് സാർ. ഉള്ളിലുള്ളതെല്ലാം കണ്ടിട്ടുണ്ടാവോ ഇല്ലില്ല നിങ്ങൾ വിട് ബ്ലോക്ക് Thank you, sir. വണ്ടി വിട് നിക്ക് കണ്ണ് കാണാൻ മേലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവൻ എങ്ങനെ ആദ്യം ചാടി കയറിയത് ആ, അത് ഡെയിലി കയറി പ്രാക്ടീസ് ആണ് ആരൊക്കെ ഗോപാ ഇവരെ? അയ്യോ, ഞങ്ങള് കുറച്ച് പോലീസുകാരാണ് I see. ഐ അല്ല എസ് ഐ രാജ്കുമാർ താങ്ക് യു രാജ്കുമാര. Thank you, sir. നോക്കി പോണം കേട്ടോ ഓക്കെ വണ്ടി വരട്ടെ സാർ. വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞില്ല മാറ്റാം ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ട് ഇരിക്കാണല്ലേ നാ പതിവ് സാധനം. ഇതെന്താ ഇത് റമ്മ അതെന്താ റമ്മ് കുടിക്കൂലേ? കുടിച്ചിരുന്നു അതൊരു സമയം. നീ കേട്ടിട്ടുണ്ടോ? ഏത് ജൂലിയൻ? അല്ല പിന്നെ വലിക്കുന്ന അല്ല അതെ ഇങ്ങനെ കുടിക്കുന്ന അയ്യോ ഇതെവിടുന്നാ? എവിടുന്നെങ്കിലും ആയിക്കോട്ടെ കുടിച്ചില്ല. നിന്റെ കയ്യിലുള്ള ആ റമ്മ് കഷായം ഉണ്ടല്ലോ തൽക്കാലം നീ അത് കളയണ്ട. ഒരു 5-6 ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടേന്നുള്ളത്. അച്ഛാ സത്യം പറയുന്നത് എവിടെന്നാ? നമ്മുടെ അടുക്കളയുടെ തൊട്ട് പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ കാച്ചു. അതീന്ന് ഒരെണ്ണം പൊട്ടിച്ചതാടാ. ഡാഡി. പോയി കുടിക്കടാ. ഇനിയിപ്പോ നാളെ ചോദിച്ചോണ്ട് വരുമല്ലോ റമ്മ എവിടെ തരാട്ടാ തൈക്കളവാ തുപ്പി നോക്കി ഞാൻ. ആ അയ്യോ! അച്ഛാ, അച്ഛാ, എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം. പ്രേതോ? ആ, വാ, ദേ. ഇതാ ആ. ഇത് ശീതൾ. ശീതള. ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ. പേയിങ് ഗസ്റ്റാ? എന്നിട്ട് എന്നോട് ചോദിച്ചോ? നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത്? ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. അതെ, ആരാ എന്താന്നൊക്കെ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ? ഇവൾ എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. ഏത് സുഹൃത്തിന്റെ? ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ? ഏത്? എന്നാ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ്. അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല. അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല, ദുബായിൽക്കോട്ട് കയറ്റൂല. അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അച്ഛൻ എന്തൊക്കെ പറയണം? വെള്ളമൊടിച്ച വയറ്റി കിടക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. ദുബായിന്ന് കേട്ടിട്ടുണ്ടാ, കുവൈറ്റിന്ന് കേട്ടിട്ടുണ്ടാ, ഫിലോഡാൽഫിയെന്ന് കേട്ടിട്ടുണ്ടാ, അമേരിക്കന്ന് കേട്ടിട്ടുണ്ടാ. ഇതാ പറഞ്ഞത് എഡ്യൂക്കേഷൻ വേണമെന്ന്. ഇവനാകെ അറിയാവുന്നത് ബീഫ് ഫ്രൈ, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഇവൻ എങ്ങനെ ജീവിക്കും? പോയി ചെന്ന് കിടന്നുറങ്ങടാ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏത്? ഡെറാഡൂൺ. ഡെറാഡൂൺ നിനക്ക് പിടിച്ചില്ല? ഡെറാഡൂണിനാടാ അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഡെറാഡൂണിലുണ്ടെന്നുള്ള കാര്യം അറിയാതെ പോയത് മഹാ കഷ്ടായിപ്പോയി. ഡെറാഡൂൺ ഡെറാഡൂൺ ഡെറാഡൂൺ. ഗുഡ് നൈറ്റ് ഡെറാഡൂൺ. ഡെറാഡൂൺ നിന്റെ അമ്മൂടെ. ഇത് ഏതായി ഡെറാ? എന്റെ ഡെറാഡൂണിന്റെ അമ്മയ്ക്ക് വിളിക്കല്ലേടാ. എന്നാലും ഞാൻ അറിയാതെ അച്ഛൻ അവിടുന്ന് ഡെറാഡൂണിലൊരു ഫ്രണ്ട്. അവൾ ആരായിരിക്കും? ഇനി അച്ഛന്റെ അബദ്ധത്തിൽ വല്ലതും ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. എന്നാൽ അവൾ ആരാ നോക്കാം. ആരാ? ഞാനാ. എന്താ അങ്കിളെ? ഒന്നുമില്ല, മോള് ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ. ഞാൻ കിടക്കാൻ പോവായിരുന്നു. ആ കൊതുക് തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചോളൂട്ടോ. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. കൊതുക് കത്തിച്ചു വെക്കാൻ നിനക്ക് എന്താ തലയ്ക്ക് പ്രാന്തായ? അത് ശരി. പെമ്പിള്ളേര് കിടക്കുന്ന റൂമിൽ വന്ന് എത്തി നോക്കണതേ അത്ര നല്ല ശീലമൊന്നുമല്ല. ഡെറാഡൂണിൽ പോലുമില്ല ഇത്ര വൃത്തിയായിട്ടവന്മാര്. ഡെറാഡൂണിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഒന്ന് കയറി കിടന്നുറങ്ങച്ച. മേടിച്ചിട്ട് 1 വർഷമായുള്ള അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂടാ ഇവിടെയൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. പേസ്റ്റ് ഇതെവിടെന്നാ? ഇതെന്റെ. അല്ലാതെ ഈ വീട്ടിൽ എവിടുന്ന പേസ്റ്റ്? പേസ്റ്റിൽ അഞ്ഞിട്ടൊന്നുമല്ല. ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതെ ഇല്ലഞ്ഞിട്ടല്ല. അച്ഛാ, 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്തേ. പല്ലിക്കുന്ന ഫാമിലിയാണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ, അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പല്ലിയേക്ക്. അതെ, ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചും കൂടി താ. ഞാൻ റെഡി. നീ റെഡിയാവും. നീ ആ സൈസ് സാധന. നാണോ ഇല്ലാത്തവള്. അതാരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ.
ഇങ്ങനെ അച്ഛാ ഇവളൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോടെ പോയി കിടക്ക. അച്ഛാ അച്ഛാ ദൈവമേ, കാണല്ലേ സാർ നീയാ? എന്താ രാവിലെ പത്രത്തിന്റെ ബില്ല്. ഓ അതൊന്നും വേണ്ടപ്പാ. തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ, 450 രൂപയാ. 450 രൂപ അതിനു വേണ്ടിട്ടാ നീ രാവിലെ വന്നേക്കണേ? നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ.